ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഫാദർ ജോർജ് മുളങ്ങാട്ടിൽ. അദ്ദേഹം വളരെയേറെ ജനങ്ങളെ, പ്രത്യേകിച്ച് കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രബോധനമായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു. കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് നല്ല ഫോർമേഷൻ കൊടുത്ത് നല്ല വിശുദ്ധരായ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാനായിട്ട് വേണ്ട പരിശീലനവും ബോധ്യങ്ങളും നൽകുന്നതിൽ അച്ഛൻ വളരെയേറെ ശ്രദ്ധ വച്ചിരുന്ന ഒരു വൈദികനായിരുന്നു. അച്ഛാ, ഭൂമിയില് സ്വർഗീയ കുടുംബങ്ങളെ പണിയുന്ന ഒരച്ഛൻ, അതേപോലെ ഗർഭിണികളെ സംബന്ധിച്ച് അവരുടെ ഉദരത്തിലെ കുഞ്ഞുങ്ങളുടെ പാട്ടുകാരൻ എന്നൊക്കെ പരക്കെ അച്ഛൻ അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ വർത്തമാനത്തില് ആദ്യമേ തന്നെ അച്ഛന്റെ ജനനത്തെക്കുറിച്ചും ബാല്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തുടങ്ങിയാലോ? ആയിക്കോട്ടെ. എന്റെ ജനനം 1943 മാർച്ച് 16 മാതാപിതാക്കന്മാര് ചാണ്ടി അപ്പൻ, മറിയാമ്മ അമ്മ. അച്ഛന്റെ ബാല്യകാലത്തിലെ ഓർമ്മകളൊക്കെ പറയാവുന്ന എത്ര പേരാ അച്ഛാ വീട്ടിലെ മക്കള്? ഞങ്ങള് 4 സഹോദരന്മാരാണ്. ഒരാൾ മരിച്ചുപോയി. ഇനിയിപ്പം എന്റെ ജ്യേഷ്ഠനും എന്റെ അനിയനുമുണ്ട്. ഞാൻ 3ാമത്തെ സന്തതിയാണ്. എന്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ മരിച്ചുപോയി. വീട്ടിലെ ഓർമ്മകളൊക്കെ ബാല്യകാലം ഒക്കെ ഒന്ന് ഓർത്തെടുത്താല്. ബാല്യകാലം ഇപ്പൊ എല്ലാവരുടെയും ബാല്യം പോലെ പ്രത്യേകതകളൊന്നും ഇല്ലാതെ കടന്നുപോയി. പ്രത്യേകതയൊന്നുമില്ല. അച്ഛന് ഒരു പുരോഹിതനാകണം എന്നൊരു ഉൾവിളി തോന്നിയ ഒരു സാഹചര്യം? എന്റെ അപ്പന്റെ ജ്യേഷ്ഠൻ ഒരു വൈദികനുണ്ടായിരുന്നു. അങ്ങേരെ കണ്ട് അങ്ങേര് വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീട്ടുകാരെല്ലാം കൊടുക്കും സ്വീകരണോ, വലിയ ബഹുമാനവും വലിയ രാജകീയമായ സ്വീകരണവും ഒക്കെ കൊടുക്കുന്നു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാകാം എനിക്കൊരു ഉള്ളിലൊരാഗ്രഹം ഉണ്ട്, ഇതുപോലെ ഏതായാലും ഒരച്ഛനായ കൊള്ളാം എന്നൊരു ആഗ്രഹം. വീട്ടില് പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ അറിയിക്കുമ്പോൾ വീട്ടുകാരുടെ ഒരു സമ്മതം? വീട്ടുകാർക്ക് പ്രത്യേക എതിർപ്പോലൊന്നുമില്ല. നമ്മൾ അന്ന് ചെറുപ്പത്തിലെ അവതരിപ്പിക്കുന്നില്ലല്ലോ. ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛന്റെ കൂടെ നിന്നാ പഠിച്ചു ഒരു കൊല്ലം. അത് പ്ലാസനാലായിരുന്നു. അവിടെ ഒരു കൊല്ലം. അത് കഴിഞ്ഞപ്പോ അച്ഛന്റെ മാതാപിതാക്കൾ, എന്റെ വല്യപ്പനും വല്യമ്മയും, അവര് പ്രായാധിക്യമായി മരണത്തോടടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് അച്ഛൻ സൗകര്യാർത്ഥം അവിടെ നിന്ന് മരങ്ങാട്ടുപള്ളിക്ക് സ്ഥലം മാറ്റം വാങ്ങിച്ചു. ഞാൻ പഠിച്ചതും മരങ്ങാട്ടുപള്ളിയിലാണ്. എന്റെ വീട് കുറിച്ചിത്താനത്താണ്. ഞാനും ഈ KR നാരായണൻ ഒരു നാട്ടുകാരാണ്. കുറിച്ചിത്താനമാണ്. അച്ഛന്റെ സെമിനാരി കാലഘട്ടം? എന്റെ സെമിനാരി കാലഘട്ടം ഞാൻ അച്ഛന്റെ കൂടെ ഒരു കൊല്ലം പഠിച്ചു. പിന്നെ ഒരു കൊല്ലം 10ാം ക്ലാസ്സിൽ മരങ്ങാട്ടുപള്ളി പഠിച്ചു. അതെ. അല്ലപ്പോ ഈ ഒരു വൊക്കേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു ആഗ്രഹം ചെറുപ്പത്തിൽ അച്ഛന് തോന്നി? ഈ അച്ഛന് കിട്ടിയ സ്വീകരണം. പക്ഷെ എങ്കിലും ആ ഒരു സമയമായപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ആ ഒരു തീരുമാനം എടുക്കാനായിട്ട് അങ്ങനെ പ്രത്യേകം എനിക്ക് അച്ഛനാകണമെന്നൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. അതുകൊണ്ട് എന്റെ പഠനമൊക്കെ അതിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ലക്ഷ്യമാണല്ലോ മനുഷ്യനെ നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ശക്തമായ ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. അച്ഛനാകണമെന്നേ ഉള്ളൂ. നല്ല അച്ഛനെന്നുള്ളത് പിന്നീടാ. അച്ഛനാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പോയത് കൊണ്ട് സെമിനാരി ചെന്നതിൽ പിന്നെ ഒരു ബാലചാവല്യങ്ങളൊന്നും എന്റെ 5 അയൽവക്കത്ത് വന്ന് എത്തി നോക്കിയിട്ടില്ല. 5 പേര് എല്ലാവരും പ്രലോഭനം എന്നൊക്കെ പറയുന്ന ഇതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ. എനിക്കന്നേരം അതിശയം തോന്നിയത് എന്നാ പ്രലോഭനം ഇത്. കാരണം നമ്മളെ നയിക്കുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും ഹൃദയം. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതിരങ്ങൾ സംസാരിക്കുന്നത്. സെമിനാരി പഠന കാലഘട്ടം ഒന്ന് ഓർമ്മിച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിഭാധനരായിട്ടുള്ള ഒത്തിരിയേറെ ഗുരുക്കന്മാരിലൂടെ നമുക്ക്
അല്ലെ, നല്ല ഉപദേശങ്ങള്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന്, ആ പ്രയാണത്തിലേക്ക് പ്രചോദനമാകുന്ന ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോഴൊരു ഇപ്പം അച്ഛന്മാര് ചിലരുണ്ട്. പെരിസെമിനാരിയിലെ റെക്ടറച്ഛൻ ആയിരുന്നു മൂത്തയിടത്തച്ഛൻ. അതുപോലെ പിന്നെ ഉള്ള അച്ഛന്മാര് സ്വാധീനിച്ചിട്ടുണ്ട്. മേജർ സെമിനാരിയിലേക്കൊക്കെ മേജർ സെമിനാരി ചെല്ലുമ്പോ മൈക്കിൾ ഏഞ്ചൽ എന്ന് പറയുന്ന സ്പാനിഷ് ആയിരുന്നു റെക്ടറച്ഛന്. അവരൊരു ആചാനുബാഹുവായിരുന്നു, ശബ്ദവും അതുപോലെ ആയിരുന്നു. എല്ലാരും ഞങ്ങളൊക്കെ പേടിച്ചു കുറച്ചെന്ന് പറഞ്ഞാലാണ് അവിടെയൊക്കെ കഴിഞ്ഞു കൂടിയത്. മൈനർ സെമിനാരി കാർമൽഗിരി, അന്ന് ആലുവ 2 ഉണ്ട്. അപ്പൊ കാർമലിയിൽ ആയിരുന്നപ്പോ ഔറേലിയൻ അച്ഛനായിരുന്നു. അപ്പോൾ ഭയങ്കരമായ സ്വാധീനം ഞങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. കാരണം ഒരു ജീവിച്ചിരിക്കുന്ന സെയിന്റ് ആയിരുന്നു. അച്ഛന് പൗരോഹിത്യം സ്വീകരിച്ചതിനെ പറ്റി, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ശുശ്രൂഷകളെ പറ്റി. പിന്നെ 2 കൊല്ലം മെറ്റ് സെമിനാരി, 3 കൊല്ലം മൈനർ സെമിനാരി, അതായത് കാർമൽഗിരി മേജർ സെമിനാരി, 4 കൊല്ലം തിയോളജി മംഗലപ്പുഴ പട്ടം. അത് കഴിഞ്ഞ് 69 ഓർഡിനേഷൻ. 69 ഡിസംബറിലാണ് ഓർഡിനേഷൻ. മാതാപിതാക്കന്മാർക്കൊക്കെ വലിയൊരു സന്തോഷത്തിന്റെ ദിവസം. പിന്നെ അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. എല്ലാ മാതാപിതാക്കളെയും പോലെ എന്റെ മാതാപിതാക്കൾക്ക് വലിയൊരു ഇതായിരുന്നു. വട്ടമൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പം സെമിനാരിയിൽ ഞാനൊരു പിന്നെ ഒരു അവിടുത്തെ കളികളുടെയൊക്കെ ഒരു ബാസ്കറ്റ് ബോളിന്റെ കോച്ചായിരുന്നു ഞാൻ. കോച്ചായിരുന്നു. കോച്ചായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങള് മാച്ചൊക്കെ കളിക്കുമായിരുന്നു. ഈ ഇന്റർ കോളേജ് മാച്ചിനൊക്കെ. അപ്പൊ അന്നിരുന്ന ഞങ്ങളുടെ റെക്ടറച്ഛൻ ഡൊമിനിക്കച്ചൻ സ്പെയിൻകാരനാണ്. പുള്ളിക്ക് ഇതിനകത്ത് വലിയ താല്പര്യമാണ്. അദ്ദേഹം മരിച്ചുപോയി അടുത്ത കാലത്ത്. അപ്പൊ അദ്ദേഹം ഇതിനെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചു. അച്ഛൻ ആ സമയത്ത് മിക്കവാറും ഒരു ഒറേറ്ററും കൂടെ ആയിരുന്നിരിക്കണമല്ലോ. ഒറേറ്റർ എന്ന് പറഞ്ഞാല് ഞാൻ സെമിനാരി മൈനർ സെമിനാരി പഠിക്കുമ്പോ മങ്കുഴിക്കരി പിതാവ് സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി മരിച്ചുപോയി. അദ്ദേഹം പാലാ കോളേജിൽ വന്ന് ധ്യാനിപ്പിച്ചു. അപ്പം ഞങ്ങൾ സെമിനാരി പഠിക്കുക. അപ്പൊ എന്റെ മനസ്സിലൊരു ആഗ്രഹം കയറി, എനിക്കും ഇതുപോലെ ഒരു കോളേജിലൊക്കെ പോയി. കാരണം കോളേജ് എന്ന് പറയുമ്പോൾ വലിയൊരു സങ്കല്പം നമ്മുടെ മനസ്സിൽ. ഞാൻ കോളേജിന്റെ പടി കണ്ടിട്ടുമില്ല. അപ്പോ അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം മുമ്പിലുള്ളത് കൊണ്ടായിരിക്കാം മംഗലപ്പുഴ സെമിനാരിയുടെ ലൈബ്രറി വളരെയേറെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ എന്റെ ഒരു സങ്കല്പം, എന്നോളം ആ ലൈബ്രറി ഉപയോഗിച്ച എനിക്കറിയത്തില്ല, ഉണ്ടായിരിക്കും, പക്ഷെ എന്റെ അറിവിലില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും പിന്നീട് അച്ഛനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞാല് അച്ഛന്റെ പ്രസംഗങ്ങള്, ബോധ്യങ്ങള്, കാഴ്ചപ്പാടുകള്, ദർശനങ്ങളൊക്കെ അല്ലെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അല്ല, അവിടെ നിന്നാണ് വാസ്തവം പറഞ്ഞാൽ ഞാൻ നടത്തുന്ന ഈ ശുശ്രൂഷയുടെ പിന്നെ വേര് കിടക്കുക. അവിടെയാ വേര് കിടക്കുന്നത്. അവിടുത്തെ സെമിനാരിലെ പുസ്തകത്തില് അവിടെ ഞാൻ കണ്ട പുരാതന ഗ്രീസില് ഭയങ്കരമായ ധാർമ്മിക അധപ്പതനം, പിന്നെ കൊടികുത്തിയുമാണ്. ആ അവസരത്തില് അവിടുത്തെ തലമൂത്ത കാരണവന്മാര് അന്നത്തെ ആഥൻസ് നഗരത്തില് ഒരുമിച്ച് കൂടി അവരെല്ലാരും കൂടി ഇതിനൊരു തടയിടാൻ വേണ്ടി പിന്നെ ആലോചന നടത്തി. ഒരു ദിവസം മുഴുവൻ ആലോചിച്ചിട്ടും അവർക്കൊന്നും എങ്ങും എത്താൻ സാധിച്ചില്ല. അപ്പൊ ആ സദസ്സിലേക്ക് ഡയോജനസ്, ഒരു ക്രിക്കൻ എന്നാണ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത്, അദ്ദേഹം ഒരു ചീഞ്ഞ പഴം കൈപ്പിടിച്ച്, നമ്മുടെ തക്കാളിപ്പഴം എന്ന് വേണമെങ്കിൽ പറയാം, ഇതും കൈപ്പിടിച്ച് സ്റ്റേജിൽ കയറി ചെന്നു. അപ്പൊ അങ്ങനെ ആരോടും ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്, എല്ലാവർക്കും അദ്ദേഹത്തെ ബഹുമാനമാണ്, വലിയ മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഈ പഴം ചീഞ്ഞുപോയി, ഇതിനെ പൂർവാവസ്ഥയിലാക്കാൻ സാധിക്കില്ല, പക്ഷേ ഇതിനകത്ത് സുന്ദരമായ വിത്തുകളുണ്ട്. ഈ വിത്തിനെ പാകപ്പെടുത്തിയെടുത്ത് നല്ല മണ്ണിൽ നട്ട് പരിചരിച്ചാൽ കോടിക്കണക്കിനെന്ന് പറഞ്ഞതുപോലെ ഫലം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അച്ഛന്റെ പിന്നീടുള്ള പ്രബോധനങ്ങളുടെ ഒക്കെ അടിസ്ഥാനമായ ദർശനമാണ് ശരിക്കും. കാരണം ഇന്നത്തെ സമൂഹം ഒരു ചീഞ്ഞഴിഞ്ഞ പഴമായിട്ട് ഞാൻ കാണുന്നു. അതെ, അച്ഛൻ പലപ്പോഴും പറയാനുള്ളൂ 10 ഗുണം 10 ഗുണം, അത് ഇതിൽ നിന്ന് വന്നിരിക്കുന്നത് 10 ഗുണം 12 ഗുണം. അതാണ് അച്ഛന്റെ. നമുക്ക് തീർച്ചയായിട്ടും പിന്നീട് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ
വാസ്തവത്തിൽ അത് ഇന്ന് എൻ്റെ അടിയുറച്ച ബോധ്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചുകര കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് ഒരു ചൊല്ലുണ്ടല്ലോ, എനിക്കും പറ്റും. ഹൃദയത്തിന്റെ ചുകര എടുത്തിട്ട് ഞാൻ ഭിത്തിയിൽ എഴുതാം എന്റെ ചില ബോധ്യങ്ങൾ. ദി അൾട്ടിമേറ്റ് ട്രാജഡി ഓഫ് മാൻകൈൻഡ് ഈസ് ദ ബർത്ത് ബൈ ചാൻസ്. ഞാൻ ആരിൽ നിന്നും കേട്ടതല്ല, ഒരു മഹാനും പറഞ്ഞതോ ഒരു പുസ്തകത്തിൽ നിന്നോ കേട്ടതല്ല, ഇത് എന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അല്ല, ചരിത്രം ഫാദർ ജോർജ് മുളങ്കാട്ടിൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊട്ടേഷനായിട്ട് ഇത് ഇടും. അതുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് ഒരിക്കൽ കൂടി പറഞ്ഞാൽ നന്നായി. അപ്പൊ ഞാന് ഇപ്പൊ ഒരു പേര് കേട്ട വ്യക്തി ആയിരുന്നെങ്കിൽ ഇതെല്ലാരും ഒപ്പിയെടുത്തേനെ. ഇല്ല, തീർച്ചയായിട്ടും ആവൂലോ. ആകട്ടെ. ഇപ്പൊ തന്നെ അങ്ങനെയാണ്. നമ്മുടെ പാലാരിപതയില് അച്ഛനെ അറിയാൻ വയ്യാത്തൊരു കുറവാണ്. കാരണം ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന വേറെ ആരുമില്ല. എന്ന് പറഞ്ഞാല് അപ്പൊ ഞാന് നിങ്ങൾ മനസ്സിലാക്കണം, പിന്നെ കേരളത്തിലെ 3 റീത്തുകളിലെ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അന്നുള്ള ഞാൻ ധ്യാനിപ്പിച്ച് നടന്ന കാലത്ത് സർവ്വ അച്ഛന്മാര്, അതായത് പിന്നെ മലങ്കര റീത്ത്, അതുപോലെ ലാറ്റിൻ റീത്ത്, ഇവിടെയൊക്കെ അന്നുണ്ടായിരുന്ന എല്ലാ റീത്തുകളിലും പോയി ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മംഗലപ്പുഴ സെമിനാരിലും കാർമൽഗിരി സെമിനാരിലും ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം സെമിനാരിലും 2 കൂട്ടരും ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ പല മെത്രാന്മാരും ഞാൻ ധ്യാനിപ്പിച്ച മെത്രാന്മാര് ഇപ്പോഴത്തെ തലമുറയില്ല. പക്ഷെ അതൊക്കെ ഒരു ചരിത്രം, ഒരു കാലം എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ഒരു ഫലങ്ങള് ഇപ്പോൾ തലമുറ അനുഭവിച്ചുകൊണ്ടും കൂടെ ഇരിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മൾ പറയല്ലേ, ടീച്ചേഴ്സ് ആർ ടാങ്ക്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ ടാപ്സ് എന്ന് പറയും. ടാപ്പിലൂടെ വരും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉന്നത പൊസിഷനിലുള്ളവർക്ക് കൂടുതൽ നല്ല ബോധ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും എത്രയോ പേരിലേക്ക് അത് വിനിമയം ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് പട്ടം സ്വീകരിച്ചു. അപ്പം അച്ഛന്റെ ബോധ്യങ്ങളുടെ ലൈബ്രറി കാര്യങ്ങൾ പറഞ്ഞു. ഇടവകയിലുള്ള അവിടെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ സെന്റ് തോമസ് കോളേജിൽ തന്നെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയാ, ശരി. ഈ അന്നത്തെ ആഗ്രഹം അവിടെ പോയി പ്രസംഗിക്കണം എന്നുള്ള ആഗ്രഹം മംഗഴിക്ക് പിതാവിന്റെ പ്രസംഗിച്ചെന്ന് പറഞ്ഞപ്പോ അന്ന് ഞങ്ങൾക്ക് വലിയൊരു ആനക്കാരിയാണ്. അപ്പൊ ധ്യാന ഗുരുക്കന്മാരുടെ ഗുരുവാണ്. അപ്പോ അതുകൊണ്ട് ഞാൻ കൂടുതൽ വായിക്കുകയും വെട്ടിയെടുക്കുകയും സൂക്ഷിച്ചു വെക്കുക എല്ലാം ചെയ്യും. അതൊരു എന്റെ ഇന്നുകൊണ്ടത് അത് വളരെയേറെ ഫലം ചെയ്യുന്നുണ്ട്. പള്ളി പ്രസംഗിക്കുമ്പോഴും അതുപോലെ തന്നെ ഇത് ഒക്കെ കാണിച്ചാൽ പ്രസംഗിക്കും, പാത്രക്കട്ടിങ്ങളൊക്കെ ആനുകാലികമായി. അങ്ങനെയൊക്കെ ഒരു കാലം. അല്ല, അപ്പൊ നമ്മുടെ അച്ഛന്റെ ഒരു സർവീസ് കാലഘട്ടം ഒന്ന് പറയാമോ? പാസ്റ്റർ ലൈഫ്. ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങുന്നത് മുത്തോലപുരം എന്ന് പറയുന്ന പാലാരൂപതയിലെ ഇടവകയിലാണ്. അവസാനം റിട്ടയർ ചെയ്യുന്നത് അവിടെ വികാരി ആയിക്കൊണ്ടാണ്. അപ്പൊ തുടങ്ങിയിടത്ത് തന്നെ റിട്ടയർ ചെയ്യാനായിട്ടും സാധിച്ചു. 9 പള്ളികളിലാണ് ആകെ. 3 പള്ളികളിൽ അസിസ്റ്റന്റ് ആയിട്ട്, 6 പള്ളികളിൽ വികാരിയായിട്ട്, ഈ മുത്തോലപുരം ഉൾപ്പെടെ. അച്ഛന്റെ ഇടവക ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങള്, അനുഭവങ്ങള്, കുടുംബ ജീവിതക്കാരുമായിട്ട് ഇടപഴകുമ്പം അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ലേ അച്ഛന്? എനിക്ക് ഈ ഇടവക ജീവിതത്തിൽ ആരംഭം മുതൽ വ്യക്തമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നല്ല കുടുംബ ജീവിതത്തിന് ഒരുക്കണം. അപ്പോ അതിന്റെയൊക്കെ വെളിച്ചത്തില് ഈ എന്റെ ഇടവകയിലെ പിള്ളേരെ നല്ല ആൺകുട്ടിയെ നല്ല ഭർത്താവും നല്ല പിതാവും, പെൺകുട്ടിയെ നല്ല ഭാര്യയും അമ്മയുമാക്കണം. ആ ലക്ഷ്യബോധം എനിക്കുണ്ടായിരുന്നു. അതെ, ഞാനിപ്പോ എഴുതിയ പുസ്തകത്തിലെ ഒരു അധ്യായത്തില് ഒരു പെൺകൊച്ചൊരു സാക്ഷ്യം പറയുന്നുണ്ട്. പിന്നെ അവള് ഈ വാക്കുകളെ എല്ലാം ഉദ്ധരിച്ച് പറയുന്നുണ്ട്. ഞങ്ങളെ കാണുന്നിടത്ത് എല്ലാം വെച്ച് കുമ്പസാരക്കൂട്ടിലും വേദപാഠ ക്ലാസ്സിലും പിന്നെ അൾത്താരയിലും എല്ലായിടത്തും അച്ഛൻ ഇതേ പറയാറുള്ളൂ എന്ന് അച്ഛന്റെ ബോധ്യമാണല്ലോ അച്ഛൻ വാക്കുകളിലൂടെ വരുന്നത്. അല്ല, ആ ബോധ്യം കൊണ്ട് നമുക്ക് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല ലക്ഷ്യബോധം കൊടുക്കാൻ പറ്റും. എന്തിനാ? റെഗുലർ സ്കൂളിലെ പഠനത്തോടൊപ്പം അവർക്ക് നല്ല കുടുംബ ജീവിതത്തിനും ഒരുക്കം കൊടുക്കണം. കാരണം ഇന്നത്തെ മാതാപിതാക്കള് പിള്ളേരെ പഠിപ്പിച്ച് IAS വരെ പാസ്സാക്കി കളക്ടറൊക്കെ ആക്കും, ഡോക്ടറും എഞ്ചിനീയറും ആക്കും. അത് കഴിഞ്ഞോ? അത് കഴിയുമ്പോഴാ വിവാഹം പരാജയപ്പെട്ടാലോ തീർന്നു, പിന്നെ നരകവാ.
ഒരു ദൂത് പ്രേക്ഷകരോട്, അതായത് ഇനി അച്ഛൻ സംസാരിക്കുന്ന വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം. കാരണം തുടക്കത്തില് ഞങ്ങൾ പറഞ്ഞതുപോലെ ഭൂമിയിൽ സ്വർഗീയമായിട്ടുള്ള കുടുംബങ്ങൾ പണിയുന്ന അച്ഛൻ എന്നുള്ള ഒരു പേരും ഖ്യാതിയൊക്കെ ഉണ്ട്. അപ്പം എങ്ങനെ നമുക്ക് കുടുംബ സ്വർഗമാക്കാം എന്നുള്ള ചിന്തകളിലേക്കാണ് പോകുന്നത്. അച്ഛാ, ആ കാര്യങ്ങളൊക്കെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നവർക്കും മാതാപിതാക്കളായിട്ടുള്ളവർക്ക് തങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാം പറ്റുന്ന കാര്യങ്ങളാണ് അച്ഛൻ നമ്മോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പ്ലാസ്റ്റിനാൽ ഇരിക്കുമ്പോഴാണ് ഈ കുടുംബങ്ങളിൽ ചെന്ന് എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഗർഭിണികൾക്ക് ബോധവൽക്കരണം കൊടുക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ട് അച്ഛൻ ഗർഭിണികൾക്ക് ബോധവൽക്കരണം കൊടുക്കാൻ? ഗർഭിണികൾക്കാണ് ബോധം കൊടുക്കാൻ കാരണം, പിന്നെ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണെന്നാണ്. ജീവൻ 3 സസ്യജീവൻ, മൃഗജീവൻ, മനുഷ്യജീവൻ. ഈ 3 ജീവനും സമൃദ്ധമാകണം. ജീവന്റെ സമൃദ്ധി, ഇപ്പം സസ്യലോകത്തിൽ ജീവന്റെ സമൃദ്ധി ഉൽപാദന വർധനവാണ്. മൃഗലോകത്തിലും ഉൽപാദന വർധനവാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം തെങ്ങിലോട്ട് നമ്മൾ നോക്കുമ്പോ തേങ്ങ എത്രയുണ്ടെന്ന് നോക്കാം, അല്ല തെങ്ങിന്റെ മുഴുപ്പോ പച്ചപ്പോ ഒന്നുമല്ല. പശുവിനെ നോക്കുമ്പോ പശുവിന്റെ തടിയോ വണ്ണോ ഇതല്ല നോക്കുന്നത്, പാലെന്തേരെ കിട്ടുമെന്ന് നോക്കുന്നത്. ഇത് രണ്ട്. പക്ഷെ മനുഷ്യനിലേക്ക് വരുമ്പോ ഈശോ പറഞ്ഞ ജീവന്റെ സമൃദ്ധി എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ പൂർണ്ണത എന്ന് പറയാം, വിശുദ്ധി എന്ന് പറയാം, ആധ്യാത്മികവും ധാർമ്മികവുമായ മൂല്യങ്ങൾ എന്നും പറയാം. ഇതെല്ലാം ഈ ഉത്പാദനവർത്തന്റെ. അപ്പൊ മനുഷ്യനിലെ ഉത്പാദനവർത്തനം എന്ന് പറയുന്നത് പിള്ളേരുടെ എണ്ണം മാത്രമല്ല, പിള്ളേരുടെ കായികവും കലാപരവും ബുദ്ധിപരമായ മികവുമല്ല. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളും പാകവുമാണ്. ആത്യന്തികമായി മനുഷ്യജീവന്റെ സമൃദ്ധി എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ പൂർണ്ണതയാണ്. അതാ ബൈബിൾ നൽകുന്ന അടിസ്ഥാന സന്ദേശം. അതാണ് ഈശോ പറഞ്ഞ ജീവൻ സമൃദ്ധമാകാനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രത്യേക കാഴ്ചപ്പാടാണ്. കൂടുതലും ബൈബിളിലെ ആദ്യത്തെ അനുഗ്രഹമായിട്ട് പറയുന്ന സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഇപ്പോഴും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്ന കാര്യവും അതാ. പക്ഷെ അച്ഛന് അതിനപ്പുറമാണ് അതിന്റെ ഒരു ലക്ഷ്യത്തെ കുറിച്ച് പറയുന്നത്. ഒരു എണ്ണത്തിന്റെ വർധനവ് മാത്രമല്ല, അല്ലെ, ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് വളർത്താനുള്ള ആദ്യന്റെ സമൃദ്ധി. അപ്പോ ഇന്നത്തെ ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് മാംസത്തിൽ നിന്നുള്ള ജനനമാണ്. ഈശോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ കാര്യം എടുക്കാം, അവനെന്നാ കിട്ടും? നാടൻ ഭാഷ പറഞ്ഞ ആനമുട്ട കിട്ടും. ഇതുപോലെയാ ഒരുങ്ങാതെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നവരും ഈ ഒന്നും പഠിക്കാതെ പരീക്ഷ എഴുതുന്ന കുട്ടിയെ പോലെയാണ്. ദി അൾട്ടിമേറ്റ് ട്രാജഡി ഓഫ് മെൻകൈൻഡ് ഈസ് ദ ബർത്ത് ബൈ ചാൻസ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് എന്ന് കർത്താവ് പറഞ്ഞതാ. ആ കർത്താവിന്റെ വാക്കാ ഞാൻ ഇത് വേറൊരു വിധത്തിൽ പറഞ്ഞെന്നുള്ളത്. ഇവിടെ ട്രാജഡി അതാണ്. ഇന്നിപ്പം 800 കോടിക്ക് മുകളിൽ മനുഷ്യരുണ്ട്. 2023 കണക്കനുസരിച്ച് 23 നവംബറിൽ 800 കോടിയായി. ഇപ്പൊ അത് വളരെ കൂടി കാണി ഇത്രയല്ലോ ആട്ടെ. ഇവരെ നമുക്ക് 3 തരങ്ങളായിട്ട് തിരിക്കാം. ഈ 800 കോടി കൂടുതലുള്ള മനുഷ്യരെ. ഒന്ന്, ഉദരത്തിൽ വരുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ജനിച്ചവര്, വളരെ ന്യൂനപക്ഷ. മിസ്റ്റർ ആഗസ്തീനോസ് പറയുന്നുണ്ട്, പരിശുദ്ധ കന്യാമറിയം ദൈവപുത്രനെ ആദ്യം ഗർഭം ധരിച്ചത് ഹൃദയത്തിലായിരുന്നു, വിശ്വാസം മൂലമായിരുന്നു. മംഗളവാർത്തയുടെ നേരത്ത് പിന്നെ ഉദരത്തിൽ ജനിച്ചു. അതായിരുന്നു ആഗസ്തീനോസ് ഈശോയെ കുറിച്ച് അല്ലെ മാതാവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം അത് തന്നെ നമുക്ക് ജെറമിയായുടെ പുസ്തകത്തിലും കാണാൻ പറ്റും. മാതാവിന്റെ ഉദരത്തിൽ ജന്മം നൽകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. അത് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതിന് മുൻപ് ആ കുഞ്ഞ് മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ജനിക്കണം. ഒന്നെങ്കിൽ അപ്പന്റെ അല്ലെങ്കിൽ അമ്മയുടെ, അല്ലെ 2 പേരുടെ. അതിന്റെ ഉദാഹരണമാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ആദ്യം ജനിച്ചത്
അപ്പന്റെ മനസ്സില. മനസ്സിലായി. അത് മാലാഖ പറയുന്നുണ്ട്. 1-ാം അധ്യായം 13-ാമത്തെ വാക്യം. സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. ഫ്യൂച്ചർ ടെൻസ് ആണ്, ജനിച്ചിട്ടില്ല എന്നാലും. ഇത് ലൂക്ക ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. 1-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ. തന്റെ ശുശ്രൂഷയുടെ കാലം തികഞ്ഞപ്പോൾ സക്കറിയ ഭവനത്തിലേക്ക് മടങ്ങി. ആ നാളുകളിൽ എലിസബത്ത് ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പം സ്നാപക യോഹന്നാൻ ആദ്യം ജനിച്ചത് അപ്പന്റെ തലയിലാണ്. അപ്പൊ അവനെ കുറിച്ച് ഈശോ പറഞ്ഞത് ഓർക്കണം. ഈശോ കൊടുത്ത സർട്ടിഫിക്കറ്റ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇതിനേക്കാൾ വലിയവനില്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് വാസ്തവത്തിൽ അവനെ അതിനർഹനാക്കിയത് ആരാണ് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ ഇന്നും വിശുദ്ധരായ കുഞ്ഞുങ്ങളെ തരണമേ എന്നും പറഞ്ഞ് ചെറുപ്പം മുതൽ ഒരുങ്ങുന്ന പിള്ളേരുണ്ട്. എനിക്കതാ ദുഃഖം എന്ന് പറയുന്നത്. കാരണം ഇത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ പുസ്തകത്തില് 10 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അരുവത്തിൽ ഇരിക്കുമ്പോഴാണ്. അപ്പൊ അവിടെ മോതിര വിരല് അവള് റിസർവ് ചെയ്ത് എനിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ ചേർന്ന് ഇണയ്ക്ക് മാത്രമേ ഈ വിരലിൽ ഇടാനായിട്ട് ഞാൻ അനുവദിക്കുള്ളൂ. വേറെ മോതിരം ഇടുന്നില്ല. ഇല്ല. അവൾ അതുവരെ അത് കൃത്യമായി പാലിച്ചു. അവിടെ ഒത്തുകല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഹരിട്ടർ പള്ളിയിൽ. അവിടെ ആ ചെറുക്കനാണ് അച്ഛൻ വെഞ്ചരിച്ചു കൊടുത്ത മോതിരം വൈദികനാണ് കൊടുത്തത്. എന്നിട്ട് അവൻ ചെറുക്കൻ മോതിരം ഇട്ടു. അച്ഛന്റെ ഒരു സുവിശേഷം കേട്ട മാതാപിതാക്കന്മാരുടെ കൊച്ചാണ്. അതെ അതെ, ഞാൻ കൊടുത്ത ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് കിട്ടിയ ഒരു ആശയമാണ്. ഈ 10 വയസ്സുള്ള പെങ്കൊച്ച്, അവള് വളരെ മിടുക്കിയാണ്. ആനക്കല്ലിലാണ് അവള് 10ാം ക്ലാസ് വരെ പഠിച്ചത്. ഇപ്പൊ അവള് എഞ്ചിനീയറാണ്. അവൾ ആ വാക്ക് പാലിക്കുകയും ചെയ്തു. പുസ്തകത്തിന്റെ പേര് പ്രേക്ഷകർ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. പുസ്തകത്തിന്റെ പേര് ജീവൻ സമൃദ്ധമാകാൻ ജീവൻ സമൃദ്ധമാകാൻ എന്ന പുസ്തകമാണ്. അപ്പൊ ഞാൻ കൊടുക്കുന്ന ആശയങ്ങളെല്ലാം ആ പുസ്തകത്തിൽ ഞാൻ ഉൾച്ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 10 വയസ്സ് മുതൽ പിള്ളേരെ നമുക്ക് ലക്ഷ്യബോധം കൊടുത്തു വളർത്താൻ പറ്റും. അതായത് നല്ല ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, IAS കാരനാണോ അല്ല IPS കാരനാണോ എന്നുള്ള ഒരു ലക്ഷ്യം. റെഗുലർ സ്കൂള് സമാന്തരമായിട്ട് നല്ല ഭാര്യ, നല്ല അമ്മ, നല്ല ഭർത്താവ്, നല്ല പിതാവ്, ആ ലക്ഷ്യബോധം കൂടി നമുക്ക് ഈ പിള്ളേർക്ക് കൊടുത്ത് വളർത്താം. ആ ഒരു ഫോക്കസ് നമുക്ക് ഇന്ന് അല്പം കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനങ്ങനെ വേറെ ആരുടെയും കണ്ടിട്ടില്ല. ഞാനിങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട്. ആ സാക്ഷ്യത്തിന് ആ പുസ്തകത്തിൽ ഈ പിള്ളേരുടെ 2 പേരുടെയും വാക്കുകൾ അവരെഴുതി തന്നു. അതുപോലെ ഞാൻ ആ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അച്ഛന് പറയാനുണ്ടോ? ഉറപ്പാണ്. പക്ഷെ നമ്മള് പറഞ്ഞ ഒരു കാറ്റഗറിയാണ് പറഞ്ഞത്. 3 കാറ്റഗറി അച്ഛൻ 800 കോടി ജനങ്ങളിൽ ഒന്ന് ജനിക്കുന്നവരുടെ കാര്യം പറഞ്ഞു. ഉദരത്തിൽ വരുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ജനിച്ചവര്. ഇപ്പൊ ഈ പറഞ്ഞ 2 പെൺകുട്ടികളുടെയും അല്ല, ഇപ്പൊ ഒരെണ്ണത്തിന്റെയാണല്ലോ നമ്മൾ പറഞ്ഞ 10 വയസ്സ്. അവളെ സംബന്ധിച്ചിടത്തോളം അവിടെ കുഞ്ഞ് അവിടെ ഉദരത്തിൽ ജനിച്ചു, അവിടെ ഹൃദയത്തിൽ ജനിച്ചു കഴിഞ്ഞു. ഈ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് ഹൃദയത്തിൽ ജനിക്കണമെന്ന് പറഞ്ഞില്ലേ? ആ പെങ്കുച്ചി റിസർവ് ഇത് മാറ്റിയപ്പം അത് ക്ലിയർ ആണ്. രണ്ടാമത്തെ കാറ്റഗറി മറ്റേ അല്ല, ഇതേക്കുറിച്ച് വേറെ എണ്ണം കൂടിയുണ്ട്. ഇനിയിപ്പോ പല പിള്ളേരും മോതിരം ഇടുന്നുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അതിൽ പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവർക്ക് അറിയത്തില്ല ഈ മോതിര വിരൽ റിസർവ് ചെയ്യേണ്ടതാണ് എന്നുള്ളത്. അറിയത്തില്ല. പെൺമക്കള് 4 പേരുണ്ടല്ലോ, പഠിപ്പിക്കേണ്ട ഒരു കാര്യം നമുക്ക് പഠിപ്പിക്കാം. അതുപോലെ തന്നെ ഞാൻ ആ പുസ്തകത്തിൽ ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്. അതായത് വിവാഹ വാഗ്ദാനം അമ്മയുടെ ഉദരത്തിൽ, മാതൃ ഹൃദയത്തിൽ എന്ന്. അതിന്റെ അർത്ഥം 139 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞത് എന്റെ ദൈവമാണ്. 139:13. ദൈവം ഒരു കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ മെനയുമ്പോ ആ കുഞ്ഞിനെ കുടുംബജീവിതത്തിലേക്കാണ് ദൈവം വിളിക്കുന്നതെങ്കിൽ ദൈവം തന്റെ വാഗ്ദാനം ഓർക്കും. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ ചേർന്ന ഇണയെ കൊടുക്കും. അതുകൊണ്ട് ആ ചേർന്ന ഇണയെ നോക്കി ചേർന്ന ഇണയ്ക്ക് വേണ്ടിയാണ് ഓരോ കുഞ്ഞിനെയും അമ്മയുടെ ഉദരത്തിൽ ദൈവം മെനയുന്നത്. കുടുംബത്തില. അപ്പം ജെറമ്യായോട് ദൈവം പറഞ്ഞത് ഓർക്കണം, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതി, നാശത്തിനല്ല. ഇതാ അവന്റെ പദ്ധതി. പരസ്പരം നോക്കിയാണ് ദൈവം
ഓരോരുത്തരെയും ഡിസൈൻ ചെയ്യുന്നതും അവസാന ശ്വാസം വരെ പരിപാലിക്കുന്നതും പരസ്പരം. ഇത് വളരെ വ്യക്തമാണ് തോബിത്തിന്റെ പുസ്തകത്തില്. തോബിത്തിന്റെ പുസ്തകത്തില് 7 പുരുഷന്മാര് മരിച്ചുപോയി. മണവറയല്ല മരിക്കുന്നത്. സാറായെ തൊടാൻ ദൈവം അവരെ അനുവദിച്ചില്ല. അവസാനം തോബിയാസ് വന്നു. ശുഭം, സന്തുഷ്ടമായ കുടുംബജീവിതം, സന്താന ഭാഗ്യം. അപ്പൊ അതിന് മാലാഖ എന്നെ കൊടുത്ത ഉത്തരം, ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ നിനക്കായി ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടവളാണ് സാറ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു 130-ാം സങ്കീർത്തനവും ഉൽപ്പത്തി 2:18 കൂടി ചേർത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു ചിന്ത ചെറുപ്പം മുതലേ നമ്മൾ പിള്ളേർക്ക് കൊടുക്കണം. ഓരോ കുഞ്ഞിനെയും ദൈവം ഡിസൈൻ ചെയ്യുന്നത് കുടുംബജീവിതത്തിലേക്കാണെങ്കിൽ ഇണയെ നോക്കി. അപ്പൊ പുരോഹിതനും കന്യാസ്ത്രീയുണ്ട്. അവരെ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പുരുഷനെയോ സ്ത്രീയെ നോക്കിയല്ല, ഈശോ മിശിഹായെ നോക്കിയാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, നമുക്ക് ഈ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. പുത്തൻ കാഴ്ചപ്പാടുകളാണ് അച്ഛൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കാത്ത ജീവിതത്തെ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പേ ആയുള്ളൂ. ചേർന്ന ഇണയെ എങ്ങനെയാണ് ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡ് കുറെ കൂടെ ആവേശകരവും അല്ലെ ഉത്കണ്ഠാജനകവും ഒക്കെയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം. അല്ല, ആ കൂട്ടത്തില് ഇതിനോട് ചേർത്ത് പറയണം, ഈ 10 വയസ്സുള്ള കൊച്ചുണ്ടല്ലോ, ആ പെങ്കൊച്ച് കുർബാന ഈ ചെറുക്കിന് വേണ്ടിയാ കാഴ്ചവെച്ച്. ഒപ്പം ദൈവം തരുന്ന കുഞ്ഞുങ്ങൾക്കും കൂടെ വേണ്ടി അവള് കൊന്ത കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച അത് വേറെ വെച്ചു. ഇങ്ങനെ കാഴ്ച വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അമ്മയുടെ സപ്പോർട്ട് ആ കൊച്ചിന്റെ ശക്തമായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ബോധ്യമായി ഞാൻ പറയുന്നത് സത്യമാണ്. അച്ഛൻ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് വരെയും ചെയ്യാനുള്ള ഒരു പ്രവൃത്തിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് കാഴ്ചവെക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാഴ്ചവെച്ച് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതി.